നിങ്ങളിവിടെ അടിസ്ഥാനപരമായ ആരോപണമാണ് ശംസുൽ ഉലമക്കെതിരെ അന്ന് ഉന്നയിച്ചത്. അത് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ് എന്നിവിടെ വ്യക്തമായില്ലേ? ഹക്കും സത്യവും അതിലില്ല എന്ന് ആ കരച്ചിലിൽ ഇവിടെ വ്യക്തമായില്ലേ? ഇവിടെ ഈ നാട്ടിൻ പുറങ്ങളിലൊക്കെ എന്തായിരുന്ന അവസ്ഥ? എല്ലാ ദിവസവും സമസ്ത വിശദീകരണം പറയാൻ മാത്രം ഉണ്ടല്ലോ. നമ്മളൊക്കെ അത് അനുഭവിച്ച ആളുകളല്ലേ. തല്ല് കിട്ടിയവർ വരെ ഉണ്ടാവും. അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? ഓരോ പ്രഭാഷകർക്ക് ഓരോരോ അവസരം കൊടുക്കുമ്പോൾ ആദ്യം നമ്മളെ പത്തപ്പരി ഒന്ന് വന്നോട്ടെ. പിന്നീട് സമസ്തയുടെ സെക്രട്ടറിയായ EK അവരുടെ പിന്നെ കാണുന്നത് മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് എല്ലാ അവിയൽ മുന്നണിയും കൂടെ കൂടിയ മുതലക്കൊള മൈതാനിയിലാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ നിയമം ലംഘിച്ചത് APയോ EKയോ? അവിടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. AP ഉസ്താദ് ആ നിയമം ലംഘിച്ചിട്ടില്ല, പക്ഷെ എന്നിട്ടും ഭിന്നിച്ചിട്ടില്ല. പിന്നീട് കുറച്ചും കൂടെ മുന്നോട്ട് പോയി. അപ്പോഴേക്ക് പിന്നെ ഓരോ സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ തുടങ്ങി. ഒരു സ്റ്റേറ്റ്മെന്റിൽ അവസാനം പറഞ്ഞു വന്നത് ലീഗും ദീനും ഒന്നാണ് എന്ന്. കാരവൽ പത്രത്തിൽ ഒന്ന് റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. അത് കൂടിയോ എന്ന് തോന്നിയപ്പോ പിറ്റേന്ന് തിരുത്തി. ലീഗും ദീനും ഒന്നാണ് എന്നല്ല, രണ്ടല്ല എന്നാണ് ശേഖുന പറഞ്ഞത്. അങ്ങനെയുണ്ട് 2, 3, 5 എന്നല്ല പ്രസംഗങ്ങൾ. ഇവര് പറയാ നിയമം ലംഘിച്ചത് EKയാണ്. മനസ്സിലാക്കണ ആ പ്രയോഗം. ഏത് നിയമം? വഹാബിയുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള നിയമം ലംഘിച്ചത് EKയാണ്. AP ഉസ്താദ് അത് ലംഘിച്ചിട്ടില്ല. പര കരഞ്ഞ്? ആരാപ്പ കരഞ്ഞ്? EK ഉസ്താദാ കരഞ്ഞ്. ആ പിളർപ്പോർത്ത് കരഞ്ഞത് ബഹുമാന്യനായ കാന്തപുരമാണ്. ഇപ്പൊ വലിയ പറഞ്ഞോക്ക് ബാത്തിലായില്ലേ? APയിലെറിഞ്ഞ് ഇരിക്കാൻ ബാക്കി അവിടെ ഉണ്ടോ വഹാബിന്റെ കൂടെ? ഏറ്റവും വലിയ സമ്മേളനത്തിലല്ലേ ഇവിടെ പോയിരുന്നത്, എറണാകുളത്ത്. അതിന് ഏത് പിന്നെ മൗലവിയ ഇല്ലാത്തത്? തുൽഹ കാസിമി എന്ന വഹാബി തബ്ലീഗ് നേതാവ് മർക്കസിൽ തന്നെ വന്നു. ഇപ്പൊ അടുത്ത് വന്നല്ലോ ഒരു പേരോടിന്റെ സ്ഥാപനത്തിൽ. പിന്നെ ക്ലാസ് തന്നെ വഹാബി. പിന്നെ അയാൾ തന്നെ മാറിയതുകൊണ്ട് പ്രസക്തി ഇല്ല, അതുകൊണ്ടാ പറയാത്തത്. ഇപ്പൊ എടത്തിങ്ങളെ സംഭവം നദ്വി സാഹിബിന്റെ കൂടെ ഇരുന്നതിനെ കുറിച്ച് EK ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇരുന്നത് അവർ ഖാലിസായ സുന്നിയാണ് എന്ന നിലക്കാണ്. അപ്പൊ EK ഉസ്താദിന്റെ വിശ്വാസം അനുസരിച്ചല്ലേ മൂപ്പരയിരുത്തം. അപ്പൊ ഈ കള്ളത്തരം മുഴുവനും പൊളിഞ്ഞു ആ ഒറ്റ കരച്ചിലിൽ. ഒന്നുകൂടി വന്നോട്ടെ. ഞാൻ വടശ്ശേരിക്ക് ഒരു അവസരം കൊടുക്കും. മൂപ്പരെ പരിഗണിച്ചില്ലെങ്കിൽ നമ്മളെ മിറാജ് നോമ്പ് മദ്രസയിലെ ബുക്കിൽ പോലും ഇല്ലായിരുന്ന ആളാണല്ലോ. അയാളൊന്ന് വന്നോട്ടെ. EKന്റെ മറുപടി, പിന്നെ പോകാം, വേണ്ടതുപോലെ സുഖമില്ലാതെ. നല്ല നെയ്യ് പൊരിച്ച മലയാളത്തിൽ മൂപ്പര് പറഞ്ഞു, വേണ്ടതുപോലെ സുഖമില്ല, പിന്നെ പോകാമെന്ന് പറഞ്ഞു. പിന്നീട് EK അബൂബക്കർ മുസ്ലിയാരെ നമ്മൾ കാണുന്നത് കോഴിക്കോട് മാനയഞ്ചര മൈതാനിയിൽ. നിങ്ങൾ നോക്കൂ, മുജാഹിദ്, ജമാഅത്ത് പോലുള്ള എല്ലാ അലവരാദികളൊപ്പുള്ള വേദിയിലാണ്. എത്ര സങ്കടമായി. സിറാജ് പത്രം പ്രകാശനം ചെയ്തില്ലേ? അതാണ്. പിന്നെ നമ്മൾ EK ഉസ്താദിനെ കാണുന്നത് മുജാഹിദ്, ജമാഅത്ത് എല്ലാരും കൂടിയുള്ള വേദിയിലാണ്. ഇതല്ലേ അന്ന് പറഞ്ഞു നടന്നിരുന്നത്? അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് ഉസ്താദ് ഇന്ന് വിശ്വസിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ കരച്ചിൽ വരൂല. അതൊക്കെ അവനാന്റെ സംഘടന കെട്ടിപ്പടുക്കാൻ ശംസുൽ ഉലമയുടെ പേരിൽ പച്ച കള്ളം പറഞ്ഞതാണ് എന്നല്ലേ ആ കരച്ചിൽ ഇവിടെ വ്യക്താക്കിയത്. അതിന്റെ തെളിവെന്താണെന്നറിയോ? വഹാബി ജമാഅത്തിന്റെ കൂടെ ഇരുന്നു എന്ന് മാത്രമല്ല, ഇരിക്കണിന് തെളിവരെ അവരുണ്ടാക്കി. നിങ്ങൾ മറന്നോ? ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയ ഔ ദുന്യവിയ. ദീനിലോ ദുന്യാവിലോ വല്ല ഗുണവുമുണ്ടെങ്കിൽ ഇരിക്കാമെന്ന് കിതാബിലുണ്ട്. ഇതുവരെ പറഞ്ഞുകൂടെ? ഇന്നിപ്പോ വഹാബിന്റെ കൂടെ എന്നുള്ള അവസ്ഥയിൽ നിന്ന് അവർ എഴുന്നേറ്റ് പോണ ഘട്ടേതാള്. അന്ന് EK ഉസ്താദിന്റെ പേരിൽ പറഞ്ഞ പച്ച നുണകൾ മുഴുവനും ഇവരെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി വന്നില്ലേ? എന്താ ഇന്നത്തെ പോലെ അവസ്ഥ? അപ്പൊ നീ നമ്മൾ പറയണ്ട, ഐക്യത്തിന് വേണ്ടി നടക്കുന്ന ചിലരുണ്ട്.
നമ്മളാ സൽമാൻ മൗലവി ഒന്ന് പറഞ്ഞോട്ടെ, ഓൻ പറഞ്ഞു തരും ഇതിന്റെ അവസ്ഥ എന്താണ്. ആ വെച്ചുകൊടുക്കും. വഹാബികളുടെ വേദികളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയം എപ്പോഴാണ്? പിന്നെന്തിനാ ഇതിന്റെ ആവശ്യം? എന്നാ അവനോട് പിരിച്ചിട്ടൂടെ? ശംസുൽ ഉലമ ഇരുന്നത് ശരീഅത്തിനെ സംരക്ഷിക്കാനാണ്. മാത്രമല്ല, കുറ്റ്യാടിയിൽ നിന്നൊരു പുതിയ ഫത്വ, നിങ്ങൾ എവിടെങ്കിലും വഹാബിയുടെ കൂട്ടത്തിൽ ഇരിക്കണേ കണ്ടാൽ അത് ഞങ്ങൾ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട് എന്നാ. എന്ത്? ദുന്യവിയോ ദീനിയോ ആയ മസ്ലഹത്തിന് വേണ്ടി മുബ്തദിഇകളുടെ കൂടെ ഇരിക്കുന്നത് കുഴപ്പമില്ല എന്ന് ഞങ്ങളെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കുറ്റ്യാടി ഫത്വ. പെട്ടപ്പുണ്ടായ ഫത്വയാണത്. ഞങ്ങൾ ഇത് ലൈവാണല്ലോ, അല്ലെങ്കിൽ ഇത് റെക്കോർഡാണല്ലോ. ഞങ്ങൾ 1000 കുതിരശക്തിയോട് ചോദിക്കുന്നു, ദീനിയോ ദുന്യവിയോ ആയ മസ്ലഹത്തിന് വേണ്ടി, ദീനിയോ ദുന്യവിയോ ആയ മസ്ലഹത്തിന് വേണ്ടി മുബ്തദിഉമായി സഹവസിക്കാമെന്ന് പ്രഖ്യാപിച്ച, ലോകത്ത് 1400 വർഷങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു ഇമാമിനെ കൊണ്ടുവരാൻ കുറ്റ്യാടി മുഫ്തിക്ക് സാധിക്കുമോ? ഒറ്റ ഇമാം ആരും പറഞ്ഞിട്ടില്ല. കാരണം എന്താ? കുട്ടികളെ ഭാഗത്ത് ചോദ്യം വന്നു, അല്ലുസ്താരെ നമ്മളെ സ്ഥാപനത്തില് ISMന്റെ നേതാവ് ക്ലാസ് എടുത്തിരുന്നില്ലേ? നമ്മളെ ഉസ്താദ് ഇടക്കിടക്ക് ഇപ്പൊ വഹാബികളെ കൂടെയല്ലേ? നമ്മളെ വലിയ ശൈഖുനാണെങ്കിൽ വഹാബികളെ കയ്യും മുന്നോട്ട് വിടുന്നില്ല. ഇപ്പോഴും നമ്മളിത് പറയണതിന്റെ അർത്ഥം എന്താണ്? ശംസുൽ ഉലമ വഹാബികളെ കൂടെ ഇരുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പൊ പിന്നെന്താ അതിന്റെ അർത്ഥം? അന്തം വെച്ച കുട്ടികൾക്ക് അന്തം വെച്ചപ്പോൾ ചോദ്യം വരാൻ തുടങ്ങി. അപ്പോഴാണ് കുറ്റ്യാടിയെന്ന് പുതിയ ഫത്വ ഇറങ്ങിയത്. ഇല്ലാലി മസ്ലഹത്തി ദീനിയത്തിൻ ഔ ദുന്യവിയ്യ. പച്ചക്കളവ് ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്ത ശരീഅത്ത് കൊണ്ടുവരിക. ഇമാമിങ്ങൾ പറഞ്ഞത് ഒരു ഘട്ടത്തിലും വഹാബികളുമായി മുബ്തദിഇകളുമായി സഹവാസം പാടില്ല. അവിടെയാണ് സമസ്ത ഉള്ളത്. കണ്ണങ്ങള് മൂപ്പരനെ ഏൽപ്പിച്ച എന്താ? നമ്മൾ പറയുമ്പോ കള്ളത്തരാന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ മൂപ്പരനാണ് പറഞ്ഞോട്ടെ എന്ന് എഴുതിയതാ. ഓല പറഞ്ഞതല്ലേ നമ്മൾ ഈ പറയണത്? നമ്മൾ പറയുന്നതല്ലേ ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയ ഔ ദുന്യവിയ്യ. ഇത് പേരോടുണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു കിതാബിലുമില്ല. കിതാബിലില്ലാതെ നിങ്ങൾക്ക് ധൈര്യമായി പറയാൻ കഴിഞ്ഞത് എങ്ങനെ? ഞങ്ങളത് ആദ്യം വെല്ലുവിളിച്ചതുകൊണ്ടാ. കിതാബിലുണ്ടെങ്കിൽ കൊണ്ടുവരുമെന്ന് കുറ്റ്യാടിയിൽ പോയി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഫിഖ്ഹിന്റെ കിതാബിലൊന്നും വേണമെന്നില്ല, ലോകത്തേതെങ്കിലും ഒരു കിതാബിൽ. അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടായത് പൊളിഞ്ഞില്ലേ? ദീനിലും ദുന്യാവിലും ഗുണമില്ലാതെ ആരെങ്കിലും ഇരിക്കുവോ? എന്താ ഈ പറയണത്? അപ്പൊ അന്ന് എന്തൊക്കെ ആയിരുന്നു ഇവിടെ സംഭവം? വഹാബിന്റെ കൂടെ ഇരുന്നു, അങ്ങോട്ടിരുന്നു, ഇങ്ങോട്ടിരുന്നു. വടശ്ശേരിയും കൂറ്റമ്പാറയും ഇവലാളത് മൊത്തത്തിൽ ഇറങ്ങിയിട്ട് പറഞ്ഞ ആളുകൾ. ആ കീലത്തുണ്ട്. ആ കീലത്തിന് എന്തായാലും ഗുണമാറ്റില്ല.